കാണാം. നമ്മുടെ പേടകം ഗ്രേസ് ഡ്രാഗൺ പേടകം ശുഭാംശു ശുക്ലയും സംഘത്തെയും വഹിച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇന്ത്യൻ സമയം ഉച്ച സമയമാണെങ്കിൽ ഇത് പസഫിക് സമുദ്രത്തിലെ സ്പ്ലാഷ് ഡൗൺ ദൃശ്യമാണ്. അവിടെ ഇപ്പോൾ പുലർച്ചെയാണ്, 2:45 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദൃശ്യം നമുക്ക് ആ രീതിയിൽ മാത്രമേ കാണിക്കാൻ കഴിയുള്ളൂ. കാരണം അവിടെ ഇരുട്ടാണ്. ആ ഒരു സമയത്താണ് ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ ദൃശ്യം, രാത്രി ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇതാ ഈ പേടകം, നമ്മുടെ ഗ്രേസ് ഡ്രാഗൺ പേടകം, അത് ഭൂമിയിലേക്ക് എത്താൻ പോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ പോകുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് പാരച്യൂട്ട് ഡിപ്ലോയിങ് ആണ്. ആ പാരച്യൂട്ട് വിന്യസിക്കുകയും അതിന്റെ വേഗം കുറച്ചു വരികയും അവിടെ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയും ചെയ്യും. ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേന്മകൾ, ചില നേട്ടങ്ങൾ അതൊക്കെ ചേർത്ത് വെച്ചാണ് ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. കൃത്യസമയത്ത് ഓട്ടോമേറ്റഡായി നടക്കുന്ന ഒരു പ്രോസസ്. ഇത് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണാം. ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ 40 കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ടീമുള്ളത്, നമ്മുടെ ശുഭാംശു ശുക്ലയും സംഘവുമുള്ളത്. ഇപ്പോൾ 38 കിലോമീറ്ററായി അത് ചുരുങ്ങുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി താഴ്ന്നു വരികയാണ് ഭൂമിയിൽ നിന്നുള്ള അകലം. 420 കിലോമീറ്റർ അകലെയായിരുന്നു ഇന്നലെ ആരെങ്കിൽ ഇപ്പോൾ വെറും 37 കിലോമീറ്റർ മാത്രം അകലെ. ഇതാ സ്പേസ് എക്സിന്റെ അല്ലെങ്കിൽ ആക്സിയം സ്പേസിന്റെ ആ ടീം സംയുക്ത സംരംഭം ആക്സിയം 4 ദൗത്യം അവസാനിക്കാൻ പോവുകയാണ്. വിജയകരമായി ഇത് പൂർത്തിയാക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ പേടകത്തിന്റെ വെലോസിറ്റി, പേടകത്തിന്റെ വേഗം 6900 km/h എന്ന വേഗത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ദൂരം ഭൂമിയിൽ നിന്ന് 32 കിലോമീറ്റർ മാത്രം അകലെ. ഇനി കേവലം 30 കിലോമീറ്റർ മാത്രമായി ചുരുങ്ങുന്നു. 31.5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ പേടകമുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് പേടകത്തിനകത്തു നിന്നുള്ള തത്സമയ ദൃശ്യമാണ്. 4 പേരെയും കാണാം. വളരെ ആക്റ്റീവായിട്ട് 4 പേരും അവിടെ തുടരുന്നുണ്ട്. ഇതാണ് ഈ നമ്മുടെ ഡ്രാഗൺ പേടകത്തിന് അകത്തുള്ള ദൃശ്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഏറ്റവും നടുഭാഗത്ത് നമുക്ക് കാണുന്നത് ശുഭാംശു ശുക്ലയാണ്. ഇതാണ് ശുഭാംശു ശുക്ല, നമ്മുടെ ഇന്ത്യക്കാരനായ അഭിമാനം. തൊട്ടടുത്ത് തന്നെ പഗി വിറ്റ്സിനെ കാണാം, മിഷൻ കമാൻഡറാണ്. 2 വശങ്ങളിലായി നമുക്ക് ടിബോർ കാപ്പുവിനെയും സ്ലവോഷിനെയും കാണാം. നമ്മുടെ പൈലറ്റ്, മിഷൻ പൈലറ്റായ ശുഭാംശു ശുക്ല ഇതാ ഇവിടെയുണ്ട്. അതിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം കാണുന്നു. ഇപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും കേവലം 23 കിലോമീറ്റർ മാത്രം അകലെ. ഇപ്പോൾ വേഗം വീണ്ടും കുറഞ്ഞിരിക്കുന്നു. 1900 km/h എന്ന രീതിയിലേക്ക് അതിന്റെ വേഗം കുറഞ്ഞിട്ടുണ്ട്. വേഗം കുറച്ച് കൊണ്ടുവരികയാണ്. ഇനി എപ്പോഴാണ് നമ്മുടെ പാരച്യൂട്ടുകൾ വിടരുക? അതിനായുള്ള കാത്തിരിപ്പിലേക്ക് നമ്മൾ ഘട്ടം ഘട്ടമായി എത്തുകയാണ്. ഇപ്പോൾ 19 കിലോമീറ്റർ മാത്രം അകലെ, കാണാൻ പറ്റുന്ന ദൂരത്തിൽ, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ദൂരത്തിൽ ഒരുപക്ഷെ നമ്മുടെ പേടകം എത്തിയിട്ടുണ്ടാകും. ഇത് ഇന്നലെ അൺഡോക്കിംഗ് ചെയ്തതിന് മുമ്പ് ഉള്ള വിഷ്വലാണ്. അൺഡോക്കിംഗ് ചെയ്ത സമയത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നും ഇപ്പോൾ താഴെ വന്ന് കേവലം 15 കിലോമീറ്ററിലേക്ക് വന്നിരിക്കുന്നു. ഇത് തത്സമയ ദൃശ്യമാണ്, പ്രേക്ഷകർ കാണാം. നമ്മുടെ ശുഭാംശു ശുക്ല, ഒപ്പം തന്നെ പഗി വിറ്റ്സൺ, ഇവർ 2 പേരുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒരാൾ മിഷൻ പൈലറ്റ് ആണെങ്കിൽ മറ്റേയാൾ ഇതിന്റെ കമാൻഡർ കൂടിയാണ്. അങ്ങനെ ആ ദൗത്യം മുന്നോട്ട് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ വരാം. ഇത് അല്പസമയം മുൻപ് നമുക്ക് കണ്ട അതിന്റെ ഒരു വൈഡ് ആംഗിൾ ദൃശ്യമാണ്. അവിടേക്ക് ആ ഭൗമാന്തരീക്ഷത്തിലേക്ക് ആ പേടകം പ്രവേശിക്കുന്ന ദൃശ്യമാണിത്. അതിനുശേഷം അതിന്റെ വേഗം കുറച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. രാത്രി സമയമാണ് പസഫിക്കിൽ നോക്കുക. അമേരിക്കയിൽ കാലിഫോർണിയയിലെ സാന്റിയാഗോ തീരത്താണ് ഈ പേടകം വന്നിറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ രാത്രി സമയമാണ്. പുലർച്ചെ 2 മണിക്ക് ശേഷമുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇരുട്ട് ഫീൽ ചെയ്യുന്നത്. പകൽ സമയത്തല്ല, ഇന്ത്യൻ സമയത്ത് മാത്രമാണ്. നമുക്കിവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ആ ദൃശ്യം അങ്ങനെ ലഭിക്കുന്നത്. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്. തത്സമയ സംപ്രേഷണം അത് തുടരുകയാണ്. അത് 5 കിലോമീറ്റർ മാത്രം അകലെ. യെസ്, ഇതാണ് പാരച്യൂട്ടുകൾ. 2 പാരച്യൂട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചു. 2 പാരച്യൂട്ടുകൾ ആദ്യം വിന്യസിക്കും. അത് സംഭവിച്ചിരിക്കുന്നു. വേഗം ഇനിയും കുറയണം. 4 കിലോമീറ്റർ പെർ അവർ എന്ന രീതിയിലേക്ക് വേഗം കുറഞ്ഞിരിക്കുന്നു. 3.5 വെറും 3.4 കിലോമീറ്റർ എന്ന ദൂരത്തിലേക്ക് വന്നിരിക്കുന്നു. 207 km/h എന്ന വേഗത്തിലേക്ക് നമ്മുടെ പേടകം വന്നിരിക്കുന്നു. ഇനി കേവലം ബാക്കിയുള്ളത് 2.5 kilometers away from Earth. ഭൂമിയിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മുകളിൽ നമുക്ക് പേടകത്തെ കാണാതെ താഴേക്ക് പതിക്കുന്ന പേടകം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണിത്. ഒരു 2 പാരച്യൂട്ടുകളിൽ തൂങ്ങി നമ്മുടെ പേടകം, നമ്മുടെ ഗ്രേസ് എന്ന് പറയുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് പതിക്കുന്നു. അവിടെ പസഫിക് സമുദ്രത്തിലേക്ക് പതിക്കാൻ പോകുന്നു. ഇപ്പോൾ 1.6 കിലോമീറ്റർ മാത്രം അകലെ അടുത്ത പാരച്യൂട്ടുകൾ കൂടി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. നമുക്ക് കാണാൻ ദൃശ്യത്തിൽ 4 പാരച്യൂട്ടുകൾ ഇപ്പോൾ വിടർന്നിരിക്കുന്നു. അങ്ങനെ കൂടുതൽ വേഗം കുറയ്ക്കാനുള്ള ആ ശ്രമം അത് ഫലം കാണുന്നു.
വെറും 27 km/h എന്ന വേഗത്തിലേക്ക്. ഓർക്കുക, 22,000 km/h ആയിരുന്നു വേഗം. അതിലേക്ക് നിന്നും ഇപ്പോൾ വെറും 25 km/h എന്ന വേഗത്തിലേക്ക്, ഏറ്റവും കുറഞ്ഞ വേഗത്തിലേക്ക് ഈ പേടകത്തെ എത്തിച്ചിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്രയും വേഗത്തിൽ വന്നെങ്കിലും അതിനെ വേഗം കുറച്ചു കൊണ്ടുവരാൻ നമ്മുടെ പാരച്യൂട്ടുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു. വെറും 28 km/h എന്ന വേഗത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി കേവലം 1 കിലോമീറ്റർ മാത്രമാണ് ഭൂമിയിൽ നിന്നുള്ള ഇതിന്റെ അകലം എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.